ചെന്ന് നോക്കടാ. ശരി. വരുന്നുണ്ട് വരുന്നുണ്ട്. വാടാ പോവാം. എടാ നിക്കടാ പൊട്ടാ, അവൻ കുറച്ചങ്ങ് എത്തട്ടെ, ഇല്ലെങ്കിൽ നമ്മളെ കാണത്തില്ലേ. എടാ കൈ വിടടാ, എടാ വിടടാ. വാ. ഈ കുട്ടികൾക്ക് അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാര് വന്ന് എങ്ങനെയൊക്കെ മാപ്പ് പറഞ്ഞാലും ആ നഷ്ടം നികത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് കുട്ടിക്കളി അല്ല ഇതൊന്നും. ഇങ്ങനെ പോയാൽ നശിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഭാവിയും കൂടി ആയിരിക്കും. ഏതായാലും ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്യേണ്ടതല്ല. എന്നാലും പ്രിൻസിപ്പലിന് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് ഐ വാണ്ട് ടു നോ. ആരുടെ ബുദ്ധിയായിരുന്നു ഇതിന് പിന്നിൽ? നീ പറഞ്ഞാ മതി, ആരുടെ ഐഡിയ ആയിരുന്നു അത്? പറയേ. ഏറ്റ പണിയായി പോയി അല്ലേടാ? അല്ല സുമൻ, എസ് എഴുതിയില്ലെങ്കിൽ എന്താ? അതിന് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞാ പോരായിരുന്നോ? അതെ, നീ വെറുതെ എന്തിനാ എഴുതി ഇന്ന് നമ്പർ ഇറക്കിയത്? അതുകൊണ്ടല്ലേ ടീച്ചറിന് ദേഷ്യം വന്നത്. ഞാൻ വലിയ വിളിച്ചു പറയും കേട്ടാ, ഞാൻ നല്ല വൃത്തിയായി എഴുതിക്കൊണ്ട് വന്നതാ. ഓഹോ, അവിടുന്നുള്ള പിടി നീ വിട്ടില്ലല്ലേ? എടാ എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ സത്യ പറഞ്ഞേ. പിന്നെ അത് എവിടെ പോയി അത് പറ. അതെ എനിക്ക് പിടികിട്ടാത്തത്. നിന്റെ സ്വന്തം കൂട്ടുകാർക്ക് പോലും നീ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ പാവം ടീച്ചർ വിശ്വസിക്കാത്തതിന് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അല്ലടാ നന്ദു? അതെ അതെ, പക്ഷെ ഞങ്ങൾക്ക് നിന്നെ വിശ്വാസം. നീ പറഞ്ഞ സത്യം തന്നെയാന്ന് ഞങ്ങൾക്കറിയാം. നല്ല നീറ്റായി 2 പേജിൽ കുറയാതെ നീ എസ് എഴുതിക്കൊണ്ട് വന്നിരുന്നു അല്ലേ സുമൻ? ഇതാണോ നിന്റെ ബുക്കിൽ നിന്ന് മാഞ്ഞുപോയ എസ് എന്ന് ഒന്ന് നോക്കി പറഞ്ഞേ. അല്ല, വെറുതെ ഒന്ന് അറിയാനാ. ആണോ അല്ലയോ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകായിരുന്നു. അയ്യോ മതി മതി, ഇനി നീ ഒന്നും പറയണമെന്നില്ല. ആ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടി. ഇനി നിന്നാ ഇവൻ നമ്മളെ നോക്കി അങ്ങ് ദഹിപ്പിക്കും. വാ ആദി, നമുക്ക് പോവാം. എന്നാ നിന്റെ കയ്യിൽ വെച്ചോ. അപ്പോ ഇത് അവന്മാര് കീറിയെടുത്ത് നമുക്ക് പണി തന്നതാ. അവരത്രയ്ക്കും വളർന്നോ? എന്നാലും വല്ലാത്ത ധൈര്യം തന്നെ. ധൈര്യമല്ലടാ, മണ്ടത്തരം. ആന മണ്ടത്തരം അവര് കാട്ടിയത്. ശരിയാ, ഇനി ഈ കീറിപ്പോയ പേജ് ടീച്ചറിന് കൊടുത്താ പോരെ? എസ് എ ആയല്ലോ. എന്താ അതുപോരെ? അവനെങ്കളും വലിയ മണ്ടനാണല്ലോടാ നീ. എടാ, ആദ്യത്തിനും അവന്റെ കൂട്ടുകാരും ഈ ചെയ്ത കാര്യം നിസ്സാര കുറ്റമൊന്നല്ല. ഈ പേപ്പർ കാണിച്ച് ഞാൻ കംപ്ലൈന്റ് ചെയ്താ അവന്മാർക്ക് പണിഷ്മെന്റ് ഉറപ്പാ.
വരി വേഗം നിക്ക്. എല്ലാവരും വേഗം ഇറങ്ങ്. വേഗം വേഗം. എല്ലാവരും ബസ്സിൽ നിന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്തല്ലോ അല്ലേ? ഇനി നമ്മൾ കാട്ടിനകത്തേക്ക് കേറിയാ പിന്നെ വൈകിട്ട് പോവാൻ നേരത്തെ ബസ്സിനടുത്തേക്ക് എത്തൂട്ടോ. എന്നാ പിന്നെ നേരം കളയണ്ട, നമുക്ക് നീങ്ങല്ല ടീച്ചറെ. ആ മാഡം, വാ. ആ വന്നോളൂ. ഇതാണോടാ കാട്? അല്ലടാ പൊട്ടാ, നമ്മൾ കാട്ടിലോട്ട് കേറാൻ പോകുന്നതേ ഉള്ളു. നമസ്കാരം മാഡം. നമസ്കാരം. അഡൽസ് ഉൾപ്പെടെ മൊത്തം 25 പേരല്ലേ? അതെ, ആ, ഇദ്ദേഹമാണ് വർഗീസ് ചേട്ടൻ. കാടിനുള്ളിലേക്ക് നമ്മളെ അക്കമ്പനി ചെയ്യുന്ന ഗൈഡാണ് ഇദ്ദേഹം. എന്താവശ്യമുണ്ടെങ്കിലും വർഗീസ് ചേട്ടനോട് പറഞ്ഞാൽ മതി. ഹീസ് ആൻ എഫിഷ്യന്റ് ഗൈഡ്. കാടിനുള്ളിൽ കയറി കഴിയുമ്പോൾ കാടിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു 100 ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവും. അതെല്ലാം ഇനി എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ആ, എവിടെയാ? ദാ അവിടെയാണ് സാർ. ആ, ഒന്ന് വേഗം. ശരി, കമോൺ ബോയ്സ്. ഓക്കെ സാർ. ഇനി വിശദമായ വാർത്തകളിലേക്ക്. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ സൈന്യത്തിന്റെ നുഴഞ്ഞുകയറ്റം. ദക്ഷിണ കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടിക്കെതിരെ നടന്ന വെടിവയ്പിൽ 7 നാട്ടുകാരടക്കം 11 മരണം. മരിച്ചവരിൽ 1 സൈനികനും 3 ഭീകരരും ഉൾപ്പെടുന്നതായി വിവരം. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാവാത്ത ഗവർണറുടെ ഭരണം പരാജയമാണെന്ന് മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി പ്രസ്താവിച്ചു. ഇനി ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ വനമേഖലയിലേക്ക് ടൂർ പോയ സ്കൂൾ വിദ്യാർത്ഥികളിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം ബാലരാമപുരം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ടൂർ പോയത്. രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസും ഫയർഫോഴ്സും അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് സ്കൂളിൽ നിന്ന് 4 അധ്യാപകരും 21 കുട്ടികളും അടങ്ങുന്ന സംഘം യാത്ര പുറപ്പെട്ടത്. എന്താടാ? ടൂറിന് പോയ കുട്ടികളിൽ ഒരാൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന്. പൊന്മുടിക്ക് സമീപമുള്ള വനപ്രദേശത്തേക്കാണ് സംഘം യാത്ര പോയത്. സംഭവസ്ഥലത്ത് നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ ചിത്ര ചേരുന്നു. ചിത്ര, എന്താണ് അവിടെ സംഭവിച്ചത്? സ്വകാര്യ സ്കൂളിൽ നിന്നും ടൂറിന് വന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ അഗാധ ഗർത്തത്തിൽപ്പെട്ടിരിക്കുന്നത്. രക്ഷാദൌത്യം ഒരുക്കാൻ പോലീസും മറ്റു സന്നാഹങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പൊന്മുടി കല്ലാർ ഭാഗത്തെ വനമേഖലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരു സ്വകാര്യ സ്കൂളിൽ നിന്നും സ്റ്റഡി ടൂറിനായി എത്തിയ 21 കുട്ടികളിൽ ഒരാൾക്കാണ് അപകടമുണ്ടായിരിക്കുന്നത്. 20 അടിയോളം താഴ്ചയുള്ള ഒരു പാറയിടുക്കിലേക്കാണ് കുട്ടി വീണുപോയത്. സുമനെ രക്ഷിക്കാൻ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ സഹായിച്ചേ പറ്റൂ. അപകടമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഫയർഫോഴ്സ് പറയും പോലെ ചെയ്താൽ മതി. എന്താ ആദർശ്, എന്ത് പറയുന്നു?